ഹായ് ഫ്രണ്ട്സ്, ജാസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏത് പ്ലാന്റ്സ് നിങ്ങളെ കാണിക്കുമെന്നുള്ള കൺഫ്യൂഷനിൽ ഞാനിങ്ങനെ ഓരോ പ്ലാന്റ്സും നോക്കി വരുമ്പോഴാണ് നമ്മുടെ കാജുറീന, നമുക്ക് ആകെ 2 പ്ലാന്റ് സ്റ്റോക്കുള്ളൂ, അതിങ്ങനെ ഇരിക്കുന്നത് കാണുന്നത്. അപ്പോൾ ആ ഒരു പ്ലാന്റ് തൊട്ട് നിങ്ങളെ ഞാൻ കാണിച്ച് തുടങ്ങാം. അതുമാത്രമല്ല, നമ്മുടെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും കൂടെ ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കണ്ടാലോ? ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ കാജുറീന എന്നാണ് എഴുതുന്നതെങ്കിലും കാജുറീന എന്നാണ് എല്ലാവരും പറയുന്നത്. ഓസ്ട്രേലിയൻ പൈൻ അല്ലെങ്കിൽ അയൺ വുഡ് എന്നൊക്കെ ഈ ഒരു പ്ലാന്റിന് പേര് വരുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ ലീഫ് ഉണ്ടോ? ലീഫ് എന്ന് പറയാൻ പറ്റില്ല, ഒരു അയൺ ഇതുപോലെയുള്ള ലീവ്സാണ്. ഇതുകൊണ്ടാണ് അതിന് അയൺ വുഡ് എന്ന് പറയുന്നത് ആയിരിക്കാം. ഒരു ലീവ്സ് അല്ല, ഇതാണ് അതിൻ്റെ ആ ഒരു ലീഫിൻ്റെ ശൈലി എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള നമുക്ക് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ആകെ ഒരു 2 പ്ലാന്റ്സ് ആണുള്ളത്. 2 പ്ലാന്റാണ് നമ്മുടെ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്, കാജുറീന. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. നല്ല ഭംഗിയുണ്ടല്ലേ? ഒരു എൻട്രൻസ് പോർഷനിലൊക്കെ 2 സൈഡിലായിട്ട് വെക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഒരു പ്ലാന്റാണ് കാജുറീന. 2 പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അഡീനിയംസ് ആണ്. വലിയ ഒരു 3 ഫീറ്റ് 4 ഫീറ്റോളമൊക്കെ ഹൈറ്റ് വരുന്ന അഡീനിയംസ്. ഇപ്പോൾ ഒന്നിലും ഫ്ലവർ ഇല്ല, മഴക്കാലമാണ്. ഇനി അകത്ത് സെറ്റ് ചെയ്യണം, പ്രൂൺ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോഴായിരിക്കും ഫ്ലവർ വരുന്നത്. നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കാജുറീനയാണ്. ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഈ 2 ഐറ്റമാണ്. എപ്പിപ്രംനം എന്ന് പറയുന്ന നമ്മുടെ മണി പ്ലാന്റ് സ്റ്റിക്കിൽ ചെയ്ത് വെച്ചിരിക്കുന്ന നല്ലൊരു ഇൻഡോറിലൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു പ്ലാന്റ്. ലാർജ് ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് സ്റ്റോക്കുണ്ട്. അപ്പോൾ ഈ പ്ലാന്റാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിതൊരു വെറൈറ്റി 2 ടൈപ്പിലുള്ള പ്ലാന്റ് നമുക്ക് സ്റ്റോക്കുണ്ട്. നല്ല ക്വാളിറ്റി പ്ലാന്റാണ്. വരുന്ന സമയത്ത് കുറച്ച് ക്ഷീണമൊക്കെ മാറി ഇപ്പോൾ പ്ലാന്റ് നല്ല അടിപൊളി, നല്ല ഭംഗിയായിട്ടിരിക്കുകയാണ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാന്റാണ്. ഏതാണ്ട് ഹൈറ്റ് എന്ന് പറയുന്നത് 5 ഫീറ്റോളം ഹൈറ്റ് വരുന്നുണ്ട്. നമുക്ക് ഇൻഡോർ സ്പേസിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല പ്ലാന്റ്സ് ആണ്. പിന്നെ ഈ എപ്പിപ്രംനത്തിൻ്റെ വേറെ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കാണിക്കാം. അത് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് ശരിക്കും എപ്പിപ്രംനം അല്ല, ഇത് നമ്മുടെ ഫിലോഡെൻഡ്രം, ഹാർഡ് ലീഫ് ഫിലോഡെൻഡ്രംസ് ആണ്. അതും സെയിം രീതിയിൽ ഒരു സ്റ്റിക്കിൽ പിടിപ്പിച്ചിട്ടുള്ളതാണ്. നല്ല ബുഷി ആയിട്ടുള്ള ഐറ്റം, നല്ല ബഞ്ച്ഡ് ആയിട്ടുള്ള ഐറ്റം, നല്ലൊരു പ്ലാന്റ്. ഇൻഡോറിലൊക്കെ ഒരു സൈഡിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ലൊരു പോസിറ്റീവ് വൈബ് തരുന്ന നല്ല പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റോക്കുണ്ട്, നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ സ്റ്റോക്കുണ്ട് എന്ന് വെച്ചാൽ പോയിട്ടില്ല. നല്ല ഒരുപാട് പ്ലാന്റ്സ് സെയിലായി, നല്ല രീതിയിൽ സെയിലും ഉള്ളൊരു പ്ലാന്റ്സ് ആണ്. നമ്മൾ കുറച്ച് ലാർജ് ക്വാണ്ടിറ്റി തന്നെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പ്ലാന്റ്സ് ആണ്. അതിതാ ഇരിപ്പുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക്, പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ കോണ്ടാക്ട് ചെയ്താൽ മതി. വളരെ ഇൻഡോറിലൊക്കെ സ്പേസ് ചെയ്യാൻ പറ്റിയ നല്ല പ്ലാന്റ്സ് ആണ്. ഹോൾസെയിലായും റീറ്റെയിലുമായൊക്കെ നമ്മുടെ നൂബീന നഴ്സറി ആൻഡ് ഗാർഡൻസിൽ അവൈലബിൾ ആണ്. കണ്ടോ, എപ്പിപ്രംനത്തിൻ്റെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ നമുക്ക് സ്റ്റോക്കുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞതാണ്, നിങ്ങൾ തന്നെ വിചാരിക്കും ഞാൻ ഒരിക്കൽ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കരുത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി ഒന്ന് പർച്ചേസ് ചെയ്യുകയോ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ വേറൊരു കാര്യം, നോക്കിയാൽ നമ്മുടെ ട്രാക്കോ വെറൈറ്റീസ് ബാക്കിലുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ട്രാക്കുകളും ഞാൻ നിങ്ങളെ നല്ല രീതിയിൽ കാണിച്ചു തരാം. വളരെ അടുത്ത് നിന്ന് തന്നെ ലീവ്സും വെറൈറ്റീസും അതിൻ്റെ തണ്ടിൻ്റെ പ്രത്യേകതകളും ഒക്കെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.